നമസ്കാരം, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 2025 ഏപ്രിൽ 28 തിങ്കളാഴ്ച PSC നടത്തിയ വില്ലേജ് ഫീൽഡ് റവന്യൂ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനിയുള്ള PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും പ്രിഫർ ചെയ്തിരിക്കേണ്ട ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ നമുക്ക് വായിച്ച് മനസ്സിലാക്കിയെടുക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻ സി സർദാർ KM പണിക്കരാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത്. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കരാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? ഓപ്ഷൻ എ 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥമായിരുന്നു. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം. ഇത് എഴുതിയത് EMS ആണ്. EMS ആണ് ഈ ഗ്രന്ഥം എഴുതിയത്. 1.25 കോടി മലയാളികൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ഓപ്ഷൻ സി കാൺപൂർ ആയിരുന്നു നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം. 1857 കലാപം നാനാ സാഹിബ് നേതൃത്വം നൽകിയത് കാൺപൂരിലായിരുന്നു. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ഫിലാഡൽഫിയയിലാണ് 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ഓപ്ഷൻ എ അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. അന്റോണിയോ ഗുട്ടറസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ചക്രവാദമാണ്. പ്രാദേശികവാദങ്ങളിൽ ഉദാഹരണമല്ലാത്തത് ചക്രവാദമാണ്. ചിനുക്ക്, ലൂ, ഹെർമാറ്റൻ ഇതൊക്കെ പ്രാദേശികവാദങ്ങളാണ്. ചിനുക്ക്, ലൂ, ഹെർമാറ്റൻ ഇതൊക്കെ പ്രാദേശികവാദങ്ങളാണ്. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. സി ആണ് ഇതിൽ ബന്ധമില്ലാത്തത്. അപ്പൊ ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ആഗ്നേയശിലയുമായി റിലേറ്റഡ് ചെയ്തുള്ള ഈ ശിലയെ പ്രാഥമിക ശിലയെന്ന് വിളിക്കുന്നു. ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. ഇത് മൂന്നും ആഗ്നേയശിലയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് ക്ലിഫ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ക്ലിഫ് തിരമാലയുമായിട്ട് ബന്ധപ്പെട്ട ഭൂരൂപമാണ് ക്ലിഫ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ സി ടെറായ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുക. ഇതില് ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്, ശബരിഗിരി, പത്തനംതിട്ട. അതാണ് ശരിയല്ലാത്തത്. അപ്പൊ നമുക്ക് ശരിയായിട്ടുള്ള ഓപ്ഷൻ നോക്കാം. കുറ്റ്യാടി കോഴിക്കോടാണ്, ഷോളയാർ തൃശൂർ, കല്ലട കൊല്ലം. ഇത് മൂന്നും ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും. കുറ്റ്യാടി കോഴിക്കോട്, ഷോളയാർ തൃശൂർ, കല്ലട കൊല്ലം. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ
ഫോർട്ട് വില്യം എവിടെയാണ്? ഓപ്ഷൻ ബി കൊൽക്കത്തയാണ്. ഓപ്ഷൻ ബി കൊൽക്കത്ത. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? മുൻപ് രണ്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലത്തെ ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ. ഓക്കെ, ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉം ആണ്. അപ്പോൾ നമുക്ക് 2ഉം 3ഉം പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഇത് രണ്ടും നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. ഇത് SCERT ചാപ്റ്ററിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കി പോവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 1, 3. 1, 3. അപ്പൊ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഇത് രണ്ടും ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡി ഏത്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദാദാബായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം, അതാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ളത് ഒന്ന് നോക്കാം. ചാണക്യൻ അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രം എഴുതിയത് ആരാണ്? ചാണക്യനാണ്. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം, അദ്ദേഹം അമർത്യ സെൻ ഈ മേഖലയിൽ അറിയപ്പെടുന്നതാണ്. മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ശാസ്ത്രം, അതിന്റെ തത്വം എന്തായിരുന്നു? ട്രസ്റ്റിഷിപ്പ് അല്ലെ? മഹാത്മാഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് അത് ഗാന്ധിജിയുടേതാണ്. അപ്പോൾ ഇത് 3ഉം ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. ചാണക്യൻ അർത്ഥശാസ്ത്രം, അമർത്യ സെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം, മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്. ഓക്കെ, ദാദാബായ് നവറോജിയുടെ തത്വം നമ്മൾ പഠിക്കുന്നുണ്ട്. ഡ്രെയിൻ തിയറി അല്ലെ? ഡ്രെയിൻ തിയറി. ഡ്രെയിൻ തിയറി ആരുടേതാണ്? ഡ്രെയിൻ തിയറി ദാദാബായ് നവറോജിയുടേതാണ് ഡ്രെയിൻ തിയറി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. പത്മ സുബ്രഹ്മണ്യമാണ് 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. അപ്പോ പത്മ പുരസ്കാരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പരീക്ഷയ്ക്ക് പോകുന്നവര് നോക്കിയിട്ട് പോവുക. ഇതിൽ നിന്നൊരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഉൾപ്പെടുന്ന പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. അത് ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇത് രണ്ടും ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി 1, 2 ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3. ഇവര് 3 പേരും ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവരാണ്. നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. ഇവർ 3 പേരും ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവരാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകളാണ്. ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. നമുക്കൊന്ന് അത് വായിച്ചു നോക്കാം. കോട്ടണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ബോംബെ ആണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെ ആണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്. ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതായിരുന്നു?
ഓപ്ഷൻ ബി 99-ാം ഭരണഘടനാ ഭേദഗതിയിലാണ് പറയുന്നത് മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് പറയുന്നത് 99-ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 2, 3, 4 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. ഇത് 3 ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ലോകസഭയിലാണ് ധനബിൽ നമ്മൾ ആരംഭിക്കുന്നത് അല്ലെ. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഓപ്ഷൻ എ പി.കെ. തുങ്കൻ കമ്മിറ്റി. പി.കെ. തുങ്കൻ കമ്മിറ്റിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. 23-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. 3ഉം 4ഉം ആണ്. 3ഉം 4ഉം ആണ് ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത്. അപ്പോൾ നമുക്ക് പെടുന്നത് ഏതൊക്കെയാ? തുല്യ ജോലിക്ക് തുല്യ വേതനം, ഏകീകൃത സിവിൽ നിയമം. ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടുന്നത് ഇത് രണ്ടുമാണ്. തുല്യ ജോലിക്ക് തുല്യ വേതനം, ഏകീകൃത സിവിൽ നിയമം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2024-ലെ ലോകസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്കു വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഓപ്ഷൻ ഡി സി വിജിൽ. സി വിജിലാണ് 2024-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്കു വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ സി വിജിലാണ്. സി വിജിൽ. ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം, സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം, കൺകറന്റ് ലിസ്റ്റ് മദ്യനിയന്ത്രണം ബാങ്കിംഗ്. തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇതില് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി 1, 2 എന്നിവ ശരിയാണ്. 1, 2 എന്നിവ ശരിയാണ്. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം അത് യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. കൃഷി മത്സ്യബന്ധനം ഇത് സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ്. കൃഷി മത്സ്യബന്ധനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി കിരൺ റിജിജു ആണ്. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ആണ്. 27-ാമത്തെ ക്വസ്റ്റ്യൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷ. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ഹൈക്കോടതിയോ ജഡ്ജിയോ ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിക്കുന്നത്. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിന്, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. ഇത് 3ഉം വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളിൽ പെട്ടവയാണ്. ഓക്കെ, ലോക തണ്ണീർത്തട ദിനം എന്നാണ്
ഫെബ്രുവരി 2 ആണ് ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? വി ശിവൻകുട്ടിയാണ് കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ 9 ആണ്. രാജ്യസഭാ സീറ്റുകൾ 9 ആണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ്? ഓപ്ഷൻ സി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ഓപ്ഷൻ ബി NS മാധവനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പല്ലിന്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? ഓപ്ഷൻ ബി 3, 4 ആണ് ശരിയായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ശരിയായിട്ടുള്ള ഒന്ന് വായിച്ചു നോക്കാം. പൾപ്പ് ക്യാവിറ്റി, പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി. സിമന്റം, പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലയാണ് സിമന്റ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി ജീവകം ഇ ആണ്. ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ജീവകം ഇ ആണ് ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത്. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്തുക. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി 2 മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. എലിപ്പനി ലെപ്റ്റോസ്പൈറ. എലിപ്പനി ലെപ്റ്റോസ്പൈറയാണ് അതിന്റെ രോഗകാരി. എലിപ്പനിയുടെ രോഗകാരി ലെപ്റ്റോസ്പൈറയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിർണയ പദ്ധതി ഏത്? ഓപ്ഷൻ ബി 2 മാത്രമാണ്. അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യമാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ്. ഓപ്ഷൻ ബി 2 മാത്രമാണ്. ജനിതക രോഗങ്ങൾ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. ഇത് രണ്ടും ജനിതക രോഗങ്ങളാണ്. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ ജനിതക രോഗങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ്. 1 മാത്രം ശരി. നമുക്ക് ശരിയായിട്ടുള്ള ഒന്ന് വായിച്ചു നോക്കാം. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല. സമുദ്ര ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യമേതാണ്? ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. 3ാമത്തേതാണ് സൗദി അറേബ്യ. സൗദി അറേബ്യ. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യമേത്? എ ആണ്. ഇതിന്റെ ഓപ്ഷൻ എ ആണ്. 3ാമത്തെ നൈജീരിയയാണ്. നൈജീരിയയാണ് മെനിഞ്ചൈറ്റിസിന്റെ MEN5CV എന്ന വാക്സിൻ ലോകത്തിന് സമർപ്പിച്ചത്. ഏത് രാജ്യം? 42ാമത്തെ ക്വസ്റ്റ്യൻ, ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം അനുസരിച്ചാണ് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത്.
പൂർണ്ണാന്തരിക പ്രതിഫലനം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി ആണ്, സെക്കൻഡ് ആണ് കൂട്ടത്തിൽ പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ മുമ്പിൽ 10 സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വച്ചപ്പോൾ അതിന്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ഓപ്ഷൻ എ ആണ്, -8 സെന്റിമീറ്റർ ആണ്. -8 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, 45ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും മികച്ച പൊതുഗതാഗതം ഉള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? ഓപ്ഷൻ എ മുംബൈ ആണ്. ഓപ്ഷൻ എ മുംബൈ ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച പൊതുഗതാഗതം ഉള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരം. ഓക്കെ, 46ാമത്തെ ക്വസ്റ്റ്യൻ, ചാറ്റ് GPT-ക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. ഇറ്റലിയാണ് ചാറ്റ് GPT-ക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം, ഇറ്റലി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് രൂപപ്പെടുന്നത് കൊണ്ടാണ് കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത്. കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. ഓക്കെ, 48ാമത്തെ ക്വസ്റ്റ്യൻ, ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം 10 ആണ്. 10 ആണ് ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനേറ്റ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലുപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ഓപ്ഷൻ എ ബോയിൽ നിയമം. ബോയിൽ നിയമം. അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ബോയിൽ നിയമം അനുസരിച്ചാണ്. ബോയിൽ നിയമം അനുസരിച്ചാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി കാക്കനാടാണ്. കാക്കനാടാണ് കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാടാണ്. കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ PJ ആന്റണിയാണ്. PJ ആന്റണിയാണ് മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാളിയാണ് PJ ആന്റണി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെ? ശരിയായത് ഏതൊക്കെ? ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രമാണിത് ശരിയായിട്ടുള്ളത്. മൈമൂന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. മൈമൂന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് EV രാമകൃഷ്ണനാണ്. ഓപ്ഷൻ ബി EV രാമകൃഷ്ണനാണ് മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത്. 2023 ഇതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു. മലയാളത്തിന്റെ ദേശകാലങ്ങൾ എഴുതിയത് EV രാമകൃഷ്ണൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. ഇത് രണ്ടും ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാൻ.
ഓക്കെ. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആരാണ്? ഓപ്ഷൻ ബി ജയ്പാൽ സിംഗ് ആണ്. ഓപ്ഷൻ ബി ജയ്പാൽ സിംഗ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ. 59ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാനാണ് പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് നമ്മൾ ഓൺ ആക്കിയിടുന്നത്. ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാനാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ആണ് IMG. ഓപ്ഷൻ ഡി ആണ്. HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ആണ് ഇമേജ് എന്ന് പറയുന്ന ടാഗ്. 61ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു LAN ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? റൗട്ടറാണ് അല്ലെ? റൗട്ടറാണ് LAN ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭാവനകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡിയാണ് CERT. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് CERT. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡിയാണ് CERT. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻപുട്ട് ഉപകരണം ഏതാണ്? സ്കാനർ ആണ് ഇൻപുട്ട് ഉപകരണം സ്കാനർ ആണ്. പ്രിന്ററും പ്ലോട്ടറും സ്പീക്കറും ഒക്കെ ഔട്ട്പുട്ട് ഉപകരണമാണ്. 64ാമത്തെ ക്വസ്റ്റ്യൻ, പോക്സോ നിയമം 2012 പ്രകാരം കുട്ടി ആയി നിർവചിക്കുന്നത് ആരെയാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരെയാണ് കുട്ടിയായിട്ട് നിർവചിച്ചിരിക്കുന്നത്. പോക്സോ ആക്ട് 2012 18 വയസ്സിൽ താഴെയുള്ളവരെയൊക്കെ കുട്ടിയായിട്ട് നിർവചിച്ചിരിക്കുന്നു. 65ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്? ഇതിന്റെ ആൻസർ ഒരു തവണയാണ്. ഒരു തവണയെങ്കിലും ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി മീറ്റിംഗ് കൂടിയിരിക്കണം. 66ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്ര? 3 വർഷമാണ്. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി 3 വർഷമാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? ഓപ്ഷൻ സി ജയന്തി പട്നായിക് ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആയിരുന്നത് ജയന്തി പട്നായിക് ആണ്. ഓക്കെ. 68ാമത്തെ ക്വസ്റ്റ്യൻ, ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഡി ആണ് ശരിയല്ലാത്തത്. നമുക്ക് ബാക്കി ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവന്റ് ആയിരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെ കുറിച്ച് കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാക്കുന്നതാണ്. ഇത് മൂന്നും ഗാർഹിക പീഡന നിരോധന നിയമം 2025 റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? 6 അംഗങ്ങളുണ്ട്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സണെ കൂടാതെയാണ് 6 അംഗങ്ങളുള്ളത്. 70ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? 150 മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് 150 മുതിർന്ന പൗരന്മാരെ താമസ സൗകര്യം നൽകേണ്ടതാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോ ഈ ക്വസ്റ്റ്യൻസിലെ 70 GK ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു.
അടുത്ത PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉറപ്പായിട്ടും ഡിസ്കസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.